ഗില്ലി ടീമിന്റെ രംഗത്തെ ടൈഗർ ടീം പുറത്താക്കിയിരിക്കുന്നു. 11-15 എന്ന കണക്കിൽ 4 പോയിന്റിന് ടൈഗർ ടീം മുന്നിട്ട് നിൽക്കുന്നു. ഈ വീഴ്ചയിൽ നിന്നും ഗില്ലി ടീം കരകയറുമോ? ബ്ലേഡ് കൊണ്ടുള്ള പണിയേറ്റു. ഇനി ഇവര് മര്യാദയ്ക്ക് കളിക്കണ ഗില്ലി വേണം. ഗില്ലി എന്തിനാടാ നരികിടുന്നത് ഓലിയിടുന്നത്? വല്ലാത്ത ലക്ഷണക്കേടാണല്ലോ. പിടിക്കണോ? ഇങ്ങോട്ട് വാടോ. എന്ത് ധൈര്യത്തിലോട് ഇവിടുന്ന് കള്ളു കുടിക്കുന്നത്? ഇവിടെ ഇപ്പോൾ കളിയുടെ ആദ്യ പകുതി അവസാനിച്ചിരിക്കുന്നു. ഗില്ലി ടീമിന്റെ നെടുന്തൂണായ വേലു കളിക്കളത്തിലിറങ്ങിയിരിക്കുന്നത് ഗില്ലി ടീമിനെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. കബഡി കളിയിൽ അസാമാന്യനാണ് വേലു. കബഡി 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 ഗില്ലി 1 പോയിന്റ്. അവസാനിക്കാത്ത കരഘോഷത്തിനിടയിൽ ഗില്ലി ടീമിന്റെ എല്ലാം വല്ലമായ വേലു ടൈഗർ ടീമിലേക്ക് കടന്നുകയറാൻ പോവുകയാണ്. കബഡി 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 ഗില്ലി 1 പോയിന്റ്. കബഡി 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 ടൈഗർ 3 പോയിന്റ്. ഇതുവരെയുള്ള പോയിന്റ് നില ഗില്ലി 16 ടൈഗർ 18. ആകാംക്ഷയുടെ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ഇപ്പോൾ കണ്ടറിയാം. ഗില്ലി 3 പോയിന്റ്. ഏയ് എപ്പോ നീ ഫ്രോഡ് ചെയ്ത് ജയിക്കാന്ന് വിചാരിച്ചോ അപ്പോഴേ നീ തോറ്റു കഴിഞ്ഞടാ. ഒരു തുണ്ട് ബ്ലേഡിന്റെ മേൽ നീ വെച്ച വിശ്വാസം നീ നിന്റെ മേലെ കാണിക്ക്. ജയിക്കാം. ആ പുറകിലൊരു ബിൻലാദൻ ഇരിക്കുന്നു നോക്കാം. അവനെ വേണേ കൂട്ടിക്കൊണ്ടു. കല്യാണം അതിന് ഞാൻ പോണം അല്ലേ? അവസാനമായിട്ട് നീ എന്താ പറഞ്ഞു പറഞ്ഞേ? പറ്റില്ലെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബക്കാരെ ബഹുമാനിക്കാത്തവരടുത്ത് ഞാൻ എന്തിനാ പോണേ? വേണ്ട, നീ മാനിക്കണ്ട. എന്തപ്പ ചെയ്യാ? നിങ്ങൾ പോ. എനിക്ക് പ്രധാനപ്പെട്ട ജോലിയുണ്ട് ഇവിടെ. ഇല്ലെങ്കിൽ പോയില്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ആരും കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. വോളിയം വളരെ കൂടുതലാണല്ലോ. പോയൊരു അറ്റൻഡൻസ് വെച്ചിട്ട് വരാം. സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്നെ പാർലമെന്റ് പോലെ ഇത്രയും ബഹളം?
4 പേപ്പർ എഴുതിയെടുക്കുന്ന പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ മാത്രം പോരാ, കുട്ടികളെ മനസ്സമാധാനമായിട്ട് പഠിക്കാൻ വിടണം. വേലു നീ തന്നെ പറ, എന്റെ അമ്മയുടെ 60-ാം പിറന്നാളിൽ ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? വന്നില്ല. എന്തിന്? അച്ഛൻ പോലും ഒന്ന് ലേറ്റ് ആയിരുന്നല്ലോ. ആ ഇപ്പൊ അങ്ങേരുടെ അനിയന്റെ കല്യാണമാ, അതിന് ഞാൻ പോണോന്ന്. അയ്യോ, അതെങ്ങനെയാ അച്ഛാ പറ്റുന്നത്? മാനിക്കാത്തടത്ത് പോയി അപമാനിതരാകരുതെന്ന് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീ എന്താ അമ്മയെ സപ്പോർട്ട് ചെയ്യാ? സപ്പോർട്ടല്ല അച്ഛാ, ന്യായം പറഞ്ഞാ. ഓ, അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണ വേഷത്തിൽ എന്തുമാത്രം മനപ്രയാസപ്പെട്ടത് എനിക്കേ അറിയാവൂ. ആ രംഗം ഇന്നും എന്റെ കൺമുമ്പിലുണ്ടച്ചാ. എന്നോട് ചോദിച്ചാ ഈ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പോലും അങ്ങോട്ട് കയറി പോരുന്ന് ഞാൻ പറയാം. ശരി ശരി, എന്തായിരുന്നാലും പതുക്കെ പറ, എനിക്ക് പഠിക്കണം. നീ പൊക്കോ മോനെ, പോയി പഠിക്ക്. എന്താ അതിനിപ്പോ എന്താ? എല്ലാം നമ്മുടെ അച്ഛൻ വാങ്ങിത്തന്നല്ലേ. എന്താ ഭൂവി, അവന്റെ ബുക്ക് ഏതെന്ന് തന്നെ അവനറിയില്ല. അറിഞ്ഞാ ഇപ്പൊ കൊറേ. നമ്മൾ സെമിഫൈനലിലേക്ക് സെലക്ട് ആയി. നേരാണോ? വരുന്ന 18-ാം തീയതി മധുര മാച്ചിൽ പങ്കെടുക്കണം. ഞാൻ പോയി എല്ലാവരോട് പറഞ്ഞിട്ട് വരട്ടെ. 18-ാം തീയതി മധുരയില് മാച്ച് എങ്ങനെ? നിങ്ങൾ തന്നെ പോ. ഏയ്, 18-ാം തീയതി എനിക്ക് മുഖ്യമായ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ. അച്ഛ ഒരു നിമിഷം അകത്ത് പോയി ഒന്നല്ല ഒരു 12 തവണ ഞാൻ ആലോചിച്ചു. അച്ഛൻ പറഞ്ഞാ ശരി. 18-ാം തീയതി തിരുച്ചിയിലെ കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി തന്നെ ആകണം. എന്താടാ നീ ഇത്ര പെട്ടെന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലമ്മേ, ന്യായം പറഞ്ഞ മാനിക്കാത്തടത്ത് പോയി അവമാനിതരാകരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാ ഇപ്പൊ ഗീതയിൽ പറയുന്നത് എന്താന്നോ? തിന്മ ചെയ്ത ഒരുവൻ അവസാനം ചില നന്മയും ചെയ്തേക്കാമെന്ന്. ഇപ്പൊ അച്ഛൻ പറയുന്നത് പോലെ കേട്ടാലേ സ്നേഹവും ബന്ധവും നിലനിൽക്കും. ശരി വേലു, അപ്പൊ ഞാൻ തന്നെ പോയിട്ട് വരാം. അമ്മ പോയാലെങ്ങനെ ശരിയാവുക? അമ്മ അവര് ഇൻസൾട്ട് ചെയ്തതല്ലേ? അതിപ്പോ യെസ് ഓർ നോ, ഏതെങ്കിലും ഒന്ന് മാത്രം പറ. നീ പറഞ്ഞതാ ശരി. എന്നാലും ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്ന അതിന്റെ ഒരു ശരി. ഭുവനെ അയക്കാന്ന് വെച്ചാ അവള് കൊച്ചുകുട്ടിയാ. ഇനി ആരെ അയക്കുന്നത്? എന്നോടെന്തിനാ പോകാൻ പറയുന്നേ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പൊ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? അതാ പറഞ്ഞത്. കല്യാണത്തിന് നീ തന്നെ പോയാ മതി. എന്താ ചെയ്ത്? 16 അവിടെ, 17 ഇവിടെ, 18 ഒരിക്കലും പറ്റില്ല. നോട്ട് പോസിബിൾ അറ്റ് ഓൾ. നീ തന്നെ പോയാ മതി. നീ എന്താ പോവാനാ ഇത്? പറ്റിച്ചു കളഞ്ഞല്ലോ. പോകാം, പോയി പങ്കെടുത്ത് കളയാം. പങ്കെടുത്ത് കബഡി 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 കബഡി. വേലു സൂക്ഷിച്ച്. അവനെന്താ കൊച്ചുകുട്ടിയാ? അവനറിയില്ലേ? കാലം വളരെ മോശാന്നേ. ഏയ്, കല്യാണത്തിന് പോകുമ്പോ എന്തിനാ ബുക്സ്? അത് തിരിച്ചു വരെ പോകുന്നതിന് 6 മണിക്കൂർ വേണ്ടി വരില്ലേ? അത്രയും ടൈം എന്തിനാ വേസ്റ്റ് ആക്കണമെന്ന് ഓർത്ത് സപ്ലിമെന്ററി എക്സാമിന്റെ ബുക്ക് എടുത്താ. അച്ഛാ, ഇവൻ പറയുന്നതൊക്കെ ഓവർ ആക്ടിംഗാ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ എന്നെ ആർക്കെങ്കിലും ദത്ത് കൊടുക്ക, അല്ലെങ്കിൽ അനാഥാലയത്തിലാക്ക്. അപ്പ ബോന, അതിന്റെ പേര് വൃദ്ധസദനം എന്നല്ല, അനാഥാലയം. എന്തിനാടി എപ്പോഴും അവനെ സംശയിച്ചോണ്ടേ ഇരിക്കുന്നേ? മോനെ വേലു, നിന്റെ അച്ഛന്റെ ആളുകളുണ്ടല്ലോ, വലിയ അടുപ്പമൊക്കെ കാണിക്കും കേട്ടോ. നീ അതിലൊന്നും വീണേക്കല്ലേ. എന്തിനാ അമ്മ എപ്പോഴും അച്ഛന്റെ ആൾക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? അവരൊക്കെ ഒത്തിരി ഒത്തിരി നല്ലവരാ അല്ലേ ചാ? വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇത് ചെലവിന് വെച്ചോ. 100 രൂപയുണ്ട്, മുഴുവൻ ചെലവാക്കരുത്. എന്നാ കെട്ടായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, ഒറ്റയായിട്ടാണല്ലോ കിട്ടിയത്. എന്താ? ശരി ശരി, വരട്ടെ. എടാ, എന്താ ഇത് മറന്നോ നീയെ? എന്താ ഇത്? ഗിഫ്റ്റ്, വെള്ളിക്കുടം. നിന്റെ അച്ഛൻ ഒരുപാട് അന്വേഷിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാ. 8000 രൂപയാ. കുമ്മിയടി അടി കുമ്മിയടി, കൂട്ടുകൂടി നീ കുമ്മിയടി, കൂടത്തെ വെച്ച് കുമ്മിയടി, കൂടെ നിറയെ തണ്ണിയടി. എന്താടാ? അല്ലമ്മേ, ഇത് കൊണ്ടുപോയിട്ടേ കവറിന്റെ മേലെ അച്ഛന്റെ പേര് എഴുതണോ അതോ അമ്മയുടെ പേരും കൂടി ചേർത്ത് എഴുതണോ